ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും പ്രിയപ്പെട്ട ഭാഗ്യവചനധാര ശ്രോതാക്കളെ ഏവർക്കും ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹവന്ദനം. വിശുദ്ധ വലിയ നോമ്പിന്റെ 2ാം ചൊവ്വാഴ്ചയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 21-ാം വാക്യമാണ്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, വിളക്ക് കത്തിച്ചു പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വെക്കാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വെക്കുന്നത്? 3 സുവിശേഷങ്ങളിലും ഒരേ ആശയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമാണിത്. എന്താണ് വെളിച്ചം? വെളിച്ചത്തിന്റെ ഉദ്ദേശം എന്താണ് എന്നീ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വെളിച്ചം എന്നത് നന്മയുടെയും അറിവിന്റെയും ജീവന്റെയും പ്രതീകമായി വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ വെളിച്ചത്തിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് കാണാം. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു എന്ന് പറയുന്നു. കർത്താവ് തന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവർ ഇരുട്ടിൽ നടക്കാതെ വെളിച്ചമുള്ളവരാകും. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇവിടെ നന്മയുടെയും ജീവന്റെയും രക്ഷയുടെയും ഉറവിടം വെളിച്ചമായി ക്രിസ്തു തന്നെയാണ്. അതോടൊപ്പം അവനെ അനുഗമിക്കുന്നവരെല്ലാം ജീവന്റെ വെളിച്ചമുള്ളവരായിരിക്കും. ഓരോ ക്രിസ്ത്യാനിയും ലോകത്തിന്റെ വെളിച്ചമായി തീരേണ്ടവരാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായിരിക്കും. വെളിച്ചം മറച്ചു വെക്കേണ്ടതല്ല, വെളിച്ചം കാണുവാനും പ്രകാശിക്കുവാനും പ്രകാശിപ്പിക്കാനും ഉള്ളതാണ്. വെളിച്ചം സ്വയം പ്രകാശിക്കുന്നതോടൊപ്പം അന്യർക്ക് വെളിച്ചം കാണിക്കുകയും ചെയ്യുന്നു. പാപം നമ്മിലുള്ള പ്രകാശത്തിന്റെ പ്രവാഹത്തിന് തടസ്സമായി തീരും. പണ്ട് കാലത്ത് ഭവനങ്ങളിലും യാത്രാവേളയിലും ഉപയോഗിച്ചിരുന്ന റാന്തൽ വിളക്ക് കുറച്ച് സമയത്തെ ഉപയോഗത്തിന് ശേഷം കരി പിടിച്ച് പ്രകാശം മങ്ങുമ്പോൾ അത് ഊരി വൃത്തിയാക്കി കൂടുതൽ പ്രകാശം തരുന്നതായി തീരുന്നത് പോലെ ഈ ലോക ജീവിതത്തിൽ നമ്മിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കരിയും കറയും വിശുദ്ധ നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും അനുതാപത്തിലൂടെയും ഒരു കഴുകൽ പ്രാപിച്ച് നല്ല പ്രകാശവാഹികളായി തീരണം. വെളിച്ചത്തിന്റെ മറ്റൊരു ലക്ഷ്യം വഴി കാണിക്കുക എന്നതാണ്. സൂര്യൻ ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നത് പോലെ നീതിയും സൂര്യനെ ക്രിസ്തുവിന്റെ പ്രകാശം നമ്മളെ പ്രകാശിപ്പിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ പ്രകാശത്തിൽ നടക്കുവാൻ സഹായിക്കുന്നതായിരിക്കണം. നമ്മിലുള്ള പ്രകാശം നമുക്കും മാത്രം ഉപയോഗത്തിനുള്ളതായി തീരാതെ കടന്നു വരുന്നവർക്ക് പ്രകാശം കൊടുക്കുവാൻ തക്കോണം തണ്ടിന്മേൽ വെക്കണമെന്നും കർത്താവ് പറയുന്നു. ഇത് തെളിയിക്കാൻ ഉതകുന്ന ഒരു ചെറിയ കഥ മനസ്സിൽ വന്നത് ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു അന്ധനായ മനുഷ്യൻ വഴിയരികെയുള്ള പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് പൈപ്പ് കണക്ഷൻ ഇല്ലാത്ത വീടുകളിൽ എത്തിച്ച് അവർ കൊടുക്കുന്ന തുച്ഛമായ പ്രതിഫലം ഉപയോഗിച്ച് ജീവിച്ചു പോന്നു. ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ സമയത്താണ് അയാൾ തന്റെ ജോലി ചെയ്യുവാൻ ആരംഭിച്ചത്. ഇരുട്ട് വ്യാപിച്ചത് മനസ്സിലാക്കി അയാൾ ഒരു ശരറാന്തലുമായി ജോലി ആരംഭിച്ചു. പലരും ഇയാളുടെ മണ്ടത്തരം കണ്ട് ഊറി ചിരിച്ചുകൊണ്ട് കടന്നുപോയി. എന്നാൽ അല്പം കൂടി ചിന്തിച്ച ഒരു മനുഷ്യൻ അന്ധനോട് ചോദിച്ചു, നീ എന്തു മണ്ടത്തരമാണ് ഈ കാണിക്കുന്നത്? നിനക്കൊട്ടും വെട്ടം കാണാൻ കഴിയുകയില്ലല്ലോ. അന്ധനായ മനുഷ്യൻ പറഞ്ഞു, സഹോദരാ, ഈ വിളക്ക് എനിക്ക് കാണാൻ വേണ്ടിയല്ല, നിങ്ങളെപ്പോലെ കാഴ്ച ഉള്ളവർക്ക് വേണ്ടിയാണ്. ഈ വെട്ടം നിങ്ങൾ കണ്ട് എന്നെ മുട്ടി അപകടം ഒഴിവാക്കുവാൻ വേണ്ടിയാണ് എന്ന്. അയാളിലെ പ്രവൃത്തിയുടെ പ്രകാശം അന്യർക്ക് വഴികാട്ടിയായി ഭവിച്ചതുപോലെ നമ്മിലെ ദൈവിക വെളിച്ചം മറ്റുള്ളവരെ ദൈവിക പ്രകാശത്തിലേക്ക് എത്തിക്കുവാൻ ഇടയാകട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 49-ാം അധ്യായം 6-ാം വാക്യത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമായി വെച്ചിരിക്കുന്നു. നാം തന്നെ പ്രകാശിക്കുന്നവരെ തീർന്ന് ആ പ്രകാശത്തിൽ മറ്റുള്ളവരെയും പ്രകാശിപ്പിക്കുമ്പോൾ നാം ലോകത്തിന്റെ വെളിച്ചമായി മാറും. ആയതിന് നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ റൂഹ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.